ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4:26 വാക്യം ഒന്ന് വായിച്ചേ. ഷേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് എനോസ് എന്ന് പേര് വിളിച്ചു. മനുഷ്യർ ആ കാലത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. ആ ബൈബിൾ അങ്ങനെ എഴുതിയേക്കുന്നെങ്കിൽ വേറൊരു വർഷം ഇങ്ങനെ എഴുതിയേക്കുന്നു: ഷേത്തിനൊരു മകൻ ജനിച്ചു, അവൻ ഏനോസ് എന്ന് പേരിട്ടു. അക്കാലത്ത് മനുഷ്യൻ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. സത്യവേദ പുസ്തകത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യൻ യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആ കാലത്ത് തുടങ്ങി എന്ന് പറയുന്നു. ഇനി ആരാധനയുടെ ആഴം, അർത്ഥം എന്താണെന്നറിയണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 15 വാക്യം വായിക്കണം. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 15 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അതായത് യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന അനുസരിക്കും. യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലവ് യു യേശു എന്ന് പറയുന്നതല്ല, ലവ് യു ജീസസ് എന്ന് പറയുന്നതല്ല, പിന്നെ കിടന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാത്ത ബഹളം ഉണ്ടാക്കുന്നതല്ല, തുള്ളുകയല്ല, ചാടുകയല്ല, ബഹളം ഉണ്ടാക്കുകയല്ല, വിറയ്ക്കുകയല്ല. ഇതൊന്നുമല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന അനുസരിക്കും. ഇനി യോഹന്നാൻ 14:16 വായിച്ചേ. 14:16 കൽപ്പന അനുസരിച്ചാൽ എന്നാ ഗുണമെന്നുള്ളത്? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, നിങ്ങളോട് കൂടെ എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് അവൻ മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും, സത്യത്തിന്റെ ആത്മാവിനെ തന്നെ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാത്തതിനാൽ അതിന് അവനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. അത് എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നു. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകുകയും ചെയ്യും. ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം 17 വാക്യമാണ്. ലോകം അവിടുത്തെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾ സത്യാത്മാവിനെ അറിയുന്നു, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ജീവിക്കുന്നു, ഇനിയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും എന്ന് എഴുതിയേക്കുന്നത് ശിഷ്യന്മാരോട് യേശു പറഞ്ഞതും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനുഷ്യന് പ്രകടമാകുന്നതിൽ ഏറ്റവും വലിയ പ്രവൃത്തി. ഇനി പുത്രൻ ആരാന്ന് യോഹന്നാൻ 1:14 വായിച്ചേ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവിടുത്തെ തേജസ് പിതാവിൻ്റെ അടുക്കൽ നിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ഏകജാതൻ്റെ തേജസ് തന്നെ കണ്ടിരിക്കുന്നു. ഏകജാതനായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. അവൻ വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തതാണ്. ദൈവത്തിൻ്റെ വാക്ക് ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തതാണ്. ഇനി വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിനകത്ത് 11 മുതൽ 13 വരെ വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേരായിരുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന്
ദൈവവചനം എന്ന് പേര് പറയുന്നു. 13-ാമത്തെ വചനം ഇങ്ങനെ എഴുതിയേക്കുന്നു, രക്തത്തിൽ മുക്കിയ അങ്കിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ദൈവവചനം എന്നാണ്. ഈ ദൈവവചനം ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തതാണ് യേശു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. ആ യേശു തന്നെ പറയുകയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കും എന്ന് പറഞ്ഞാൽ, കൽപ്പന അനുസരിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെ കൽപ്പന അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ പാട്ടും സ്തുതിയും നമസ്കാരവും ഒക്കെയാണ് ആരാധനയായി ദൈവം കൂട്ടുന്നത്. അല്ലാത്തവൻ്റെ വിറയലും അല്ലാത്തവൻ്റെ ബഹളവും അല്ലാത്തവൻ്റെ അലർച്ചയും അല്ലാത്തവൻ്റെ കൂത്തും ഒന്നും ദൈവം ആരാധനയായി കണക്ക് കൂട്ടുന്നില്ല. ദൈവം ആരാധനയായി കണക്ക് കൂട്ടുന്നില്ല. അല്ലാത്തവൻ്റെ ആരാധന ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നുമില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന അനുസരിക്കും. അവിടെ ഒരു ഭാഗമുണ്ട്, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന എന്ന് എഴുതിയേക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, എഴുതി പലരും പറഞ്ഞും തർജ്ജിമ ചെയ്തും മാറിപ്പോയ തർജ്ജിമയിൽ അർത്ഥവും ആശയവും മാറിപ്പോയ കൽപ്പനയല്ല, യഥാർത്ഥത്തിൽ ദൈവം പറഞ്ഞ വാക്കുകൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന അനുസരിക്കും. അങ്ങനെ എൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ്റെ പാട്ടും സ്തുതിയും നമസ്കാരവും ആരാധനയുമൊക്കെയാണ് ദൈവം സ്വീകരിക്കുന്ന ആരാധന. ആരാധനയുടെ അടിസ്ഥാനം ബഹുമാനവും ആദരവും ഭയഭക്തിയും അനുസരണവും ഒക്കെയാണ്. അത് സ്നേഹിക്കുന്നവൻ്റെയാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഹൗവ ക്ഷണിച്ചില്ലെങ്കിലും ഈ സാത്താൻ അത്ഭുതകാംക്ഷിയായി എന്ന് പറഞ്ഞാൽ ഇവരുടെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു അഭ്യുദയകാംക്ഷിയായി മനുഷ്യനെ സമീപിച്ച് ഹൃദയത്തിൽ സംശയം ജനിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ സാത്താനോടുള്ള വിശ്വാസം വന്നപ്പോൾ ദൈവത്തോട് സംശയമായി, എന്നിട്ട് സാത്താനെ അനുസരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിലധികം സാത്താനെ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. ഇനി സ്നേഹിക്കുന്നവൻ കൽപ്പന അനുസരിക്കും എന്ന് യേശു പറഞ്ഞെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നവൻ ദൈവവചനം അനുസരിക്കണം. സാത്താനെ സ്നേഹിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ സാത്താൻ്റെ വാക്കനുസരിക്കും. സാത്താൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനത്തിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ സാത്താൻ്റെതാണ്. അങ്ങനെയുള്ള ജനവും ആരാധിക്കുമ്പോൾ ആ ആരാധന ഒരു സാത്താന്യ ആരാധനയായി മാറും. ഇനി മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 9 വരെ വായിച്ചേ. 8-9 മത്തായി 4. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു. നീ സാഷ്ടാംഗം വീണ് എന്നെ ആരാധിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകൂ, നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. വന്ന് പറഞ്ഞത് താണു വീണ് നമസ്കരിച്ചാൽ, സാഷ്ടാംഗം നമസ്കരിച്ചാൽ, 8 അംഗങ്ങൾ തറയിൽ മുട്ടത്തക്ക വണ്ണം എന്നെ നമസ്കരിച്ചാൽ, വീണ് നമസ്കരിച്ചാൽ. ഈ അംഗം എന്ന് പറഞ്ഞാൽ 8 അവയവങ്ങളാണ്. അത് തറയിൽ മുട്ടത്തക്ക രീതി 2 കാൽപാദം, 2 മുട്ടുകൾ, 2 കൈപ്പാദം, നെറ്റി, നെഞ്ച്, 8 അവയവങ്ങൾ മുട്ടത്തക്ക വണ്ണം അംഗം നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ദൈവവചനത്തിന് അനുകൂലമല്ലാത്ത ആരാധനകൾ ജഡത്തിന്, മനസ്സിന് താല്പര്യമാണ്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ആരാധന രക്ഷിക്കപ്പെട്ട ആത്മാവിന് സന്തോഷമാണ്. ജഡത്തിന് സന്തോഷമുള്ളതും ദൈവവചനം അനുസരിക്കാത്തതുമായ ആരാധന നടത്തുന്നവർ അവരുടെ ദൈവത്തോട് മത്സരിക്കാറുമില്ല. ഒന്നുകൂടെ പറയാം, ജഡത്തിന് സന്തോഷമുള്ളതും ദൈവവചനം അനുസരിക്കാത്തതുമായ ആരാധന നടത്തുന്നവർ അവരുടെ ദൈവത്തോട് മത്സരിക്കാറില്ല. കാരണം താണു വീണ് നമസ്കരിച്ചാൽ
ഈ കാണുന്നതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ മത്സരിക്കാനില്ല, അവർ താണു വീണ് നമസ്കരിക്കുന്നു. ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ അവർക്ക് കൊടുക്കുന്നു. അതിനപ്പുറത്തൊരു കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ലാത്തത് കൊണ്ട്, വെളിപ്പാടില്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ദൈവത്തോട് അവർ മത്സരിക്കാറില്ല. അപ്പം ഞാൻ ഈ പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും എന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ്. ദൈവവചനം അനുസരിക്കാത്തവൻ സത്യത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അവൻ സ്നാനപ്പെട്ടിട്ടുണ്ടാവാം. പോയി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ പിന്മാറിപ്പോയി എന്ന് പറയുന്നതിൽ തന്നെ നല്ലൊരു ശതമാനം സഭകൾക്കകത്തിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവചനം അനുസരിക്കുന്നവർ ദൈവത്തോട് മത്സരിക്കുന്നെങ്കിൽ, ദൈവവചനം അനുസരിക്കാത്തവർ അവരുടെ ദൈവത്തോട് അവർ മത്സരിക്കാറുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, ഏതെങ്കിലും ഒരു ദൈവസഭ എന്ന അവകാശപ്പെടുന്ന സഭകളിൽ യേശുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച്, അംഗീകരിച്ച്, പ്രഖ്യാപിച്ച്, വിശ്വസിച്ച് സ്നാനപ്പെടുകയും സഭാംഗമായി ഇരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ, ആ വ്യക്തി ഇരിക്കുന്ന സ്ഥലം ദൈവസഭയാണെങ്കിലും ആ വ്യക്തി ആത്മീകമായി വസിക്കുന്നത് പൈശാചിക സഭയിലാണെന്നുള്ള തിരിച്ചറിവ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളത്തിലേക്ക് ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആ ബോധ്യം അവർക്ക് കൊടുത്താൽ, കർത്താവെ, അവർ ഈ ദൈവത്തിൻ്റെ സഭയിലിരുന്ന് ദൈവത്തോട് മത്സരിക്കുന്നവരായി, നാശം വാങ്ങുന്നവരായി മാറാതെ അവർ വീണ്ടും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.